हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ് എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ വിഷ്ണു സഹസ്രനാമ ക്ലാസ്സിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ നമസ്തേ ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ എത്രയാ എന്നും ഞാനല്ലേ പറയുന്നേ ഇന്ന് നിങ്ങൾ പറ എന്താ ആരും ഒന്നും പറയാത്തെ എപ്പോഴും ഞാനല്ലേ ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ എന്ന് പറയണേ ഇന്ന് നിങ്ങൾ പറ ഞാൻ കേൾക്കട്ടെ എത്ര പേർക്ക് കാണാതെ അറിയാം ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 5 വർഷമായില്ലേ നമ്മൾ കണ്ടുമുട്ടിയിട്ട് പറ ഇന്ന് ലേറ്റായി ക്ലാസ് എടുക്കാൻ വേഗം പറ 93 42 49 49 41 അശ്വതി സൂപ്പർ. അപ്പോൾ മഞ്ജരീസിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം 93 42 49 49 41. മഞ്ജരീസിലേക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഞാൻ സമയം പോലെ നോക്കിക്കോളാം. ഇനി ഒരു ദിവസം കഴിഞ്ഞാൽ രാമനവമിയാണ് അല്ലേ? രാമനവമിക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണം. മാക്സിമം പോയാൽ ഇനി ഒരു 20 ദിവസം കൂടി ഉണ്ടാവും വിഷുവിന് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ചെയ്യണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ. ഓക്കെ, പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾക്ക് ക്യാൻസറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ലൈവിൽ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ശ്രീധരൻ പ്രഭുവിന് നമ്മൾ കുറച്ച് പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. വളരെ അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് ധനസഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. നമ്മളെ കൊണ്ടാവുന്ന തുക സമാഹരിച്ച് ആരൊക്കെയാണോ അദ്ദേഹത്തിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് എന്നുള്ളവരുടെ പേര് വിവരങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഉടനടി പൈസ ഉണ്ണികൃഷ്ണൻ പ്രഭു വഴി നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ അത്യാഹിത ഘട്ടത്തിലൂടെ കടന്നു പോവാണ്. അതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്, പ്രാർത്ഥനയിലുമുണ്ട്. ആ കുടുംബത്തെ കൈവിടാൻ പറ്റില്ല. മലാശയ ക്യാൻസറാണ്. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നമ്മുടെ മുമ്പിലൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ട ധനസഹായം എത്തിക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒത്തുപിടിച്ച് നമുക്ക് പോകാം. എൻ്റെ അമ്മ മാർച്ച് 19 ഭഗവാനിലേക്ക് കൊണ്ടു. അമ്മയുടെ ആത്മാവിന് എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും പേരിൽ ആദരാഞ്ജലികൾ. ഒരു നിമിഷം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എത്ര പ്രായമായാലും നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്ത വികാരമാണ്. എത്ര വഴക്കു കൂടിയാലും അമ്മ എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് അല്ലേ? നമ്മൾ അത്രമേൽ മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്തില്ല എന്ന് തന്നെ വേണം പറയാൻ. അച്ഛൻ വഴക്കിട്ടാലും ഭർത്താവ് വഴക്കിട്ടാലും നമ്മളെ ജന്മം നൽകിയ മക്കൾ വഴക്കിട്ടാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ അമ്മമാരെ കാണും. ഒരു പരാതിയില്ലാതെ, ഒരു പരിഭവവും ഇല്ലാതെ, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ അമ്മമാർ നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കും അല്ലേ? ആ ഒരു സുഖം ഭയങ്കരമാണ്. എനിവേ, നമുക്ക് ശ്രീധരൻ പ്രഭുവിൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് ആർക്കെങ്കിലുമൊക്കെ സഹായം എത്തിക്കാൻ പറ്റിയാൽ വലിയ ഉപകാരമായിരിക്കും. ആരൊക്കെയാണോ സഹായിക്കുന്നത് അവരുടെ പേര് വിവരങ്ങളും നിങ്ങൾ തരുന്ന എത്ര ചെറിയ തുകയായാലും എത്ര വലിയ തുകയായാലും അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആ തുക അവിടെ എത്തിക്കുന്നതായിരിക്കും. കുറച്ച് പേരൊക്കെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്, അവരുടെ ലിസ്റ്റുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതും വൈകാതെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിലെ ഒരു അംഗമാണ്, കൈവിടാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ അന്നദാനങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ട്, അതും അതിലേറെ സന്തോഷം. യുദ്ധക്കെടുതിയാണ്, പല സാധനങ്ങൾക്കും വളരെയധികം വില കൂടി. ഈ സാഹചര്യത്തിൽ ഗ്യാസൊക്കെ കിട്ടാനില്ലാത്തത് കൊണ്ട് പല ചെറിയ കടകളും ക്ലോസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തെരുവിൽ കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എന്താ ചെയ്യുന്നത്, ഭക്ഷണം പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ തെരുവിലെത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 151 ഭക്ഷണം, അതിലൊരെണ്ണം നമുക്ക് മിസ്സിംഗ് ആണ്. 150 ഭക്ഷണം നമ്മൾ കൊടുത്തു. വല്ലാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് ലൈവ് എടുത്ത് നോക്കിയാൽ കാണാം. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയ വണ്ടിയുടെ അകത്തേക്ക് പോലും ആളുകൾ ഇടിച്ച് കയറി
തല കറങ്ങുന്നു, കിതപ്പ് വരുന്നു, ഞാൻ ഓടി വരികയായിരുന്നു, കാലിന് വയ്യ, ഓടി വരുമ്പോഴത്തേക്കും തീർന്നു പോയി, അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് വീണ്ടും വീണ്ടും ഓട്ടോ എടുക്കുമ്പോൾ പോലും അതിൻ്റെ പിന്നാലെ ഓടി വരുന്ന ഒരു വല്ലാത്തൊരു കാഴ്ച നമ്മൾ കണ്ടു. അവർക്ക് വിശപ്പില്ല എങ്കിൽ അവർ അത്രയും ധൃതി വെക്കില്ല അല്ലെ, വെറുതെ ഇടി പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് അവർ കളയാനല്ലല്ലോ, വിശക്കുന്നത് കൊണ്ട് വരുന്നതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ മഞ്ജരീസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മളൊരു ചെറിയ കുടുംബ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ നമ്മളാൽ കഴിയുന്ന മാനവ സേവ നമ്മൾ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്മയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിൽ എനിക്ക് അത് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ കുടുംബത്തോട്. പിന്നെ വെക്കേഷനാണ്, എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. ഏറ്റവും വലിയൊരു റിക്വസ്റ്റ്, ദിവസവും സ്കൂളിൽ പോകുന്ന മക്കളാണ്, 2 മാസമേ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് പല പല ടെൻഷൻസ് ഉണ്ട് അല്ലേ, നമ്മൾ പാരൻസിന് പല പല ടെൻഷൻസ് ഉണ്ട്. ലോണ് കാര്യങ്ങൾ, അത് ഇത്, ഗ്യാസ് കിട്ടാത്തത്, ഇപ്പം സാധനങ്ങൾക്ക് വില കൂടിയത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദയവായിട്ട് നമ്മളുടെ ടെൻഷൻസ് നമ്മളുടെ മക്കളുടെ അടുത്ത് കാണിക്കരുത്. അവരുടെ കുഞ്ഞു കുഞ്ഞു വികൃതികളും പ്രശ്നങ്ങളും എന്താ പറയുക ബഹളങ്ങളും അതൊക്കെ ഒന്ന് രസകരമായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്ത് പോവുക. തൽക്കാലം ഒരു 1.5-2 മണിക്കൂർ ഞാൻ ഏറ്റെടുത്തോളാം ഏപ്രിൽ 1 മുതൽ. അപ്പോൾ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സിൽ ഞാൻ പിടിച്ചിരുത്തിക്കോളാം 2 മണിക്കൂർ. എനിക്കിപ്പോൾ ഓൺലൈനിൽ ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് ഇതേ സാധിക്കൂ. അതർവൈസ് ബാക്കി സമയം ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനത്തോടെ ഒന്ന് ഇതാക്കുക. നമ്മളെ ടെൻഷൻസ് കുറച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്മമാരുടെ പ്രതികരണങ്ങൾ. അപ്പം അത് ദേഷ്യഭാവത്തിലോ അല്ലെങ്കിൽ കുറച്ച് ബാഡ് വേർഡ്സിലൂടെയും മക്കളെ ഒന്ന് വിഷമിപ്പിക്കാതിരിക്കുക. കുഞ്ഞുനാളിൽ അവരുടെ മനസ്സിൽ പതിയുന്ന ഓരോ വാക്കുകളും മരണം വരെ അവരത് ഉള്ളിൽ സൂക്ഷിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. മക്കളെ വേദനിപ്പിക്കുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ്. എനിക്കത് കുഞ്ഞുങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. എൻ്റെ മഞ്ജരീസിലെ ഗുരുകുലം മക്കളുണ്ടല്ലോ, ഭയങ്കരം എൻ്റെ ഫേവറേറ്റ്സ് ആണ് അവര്. എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് എൻ്റെ മക്കള്. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്താ പറയുക വേദനിപ്പിക്കാതെ, മോശം വാക്കുകളൊന്നും പറയാതെ, സങ്കടപ്പെടുത്താതെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ഇടിപിടിക്കൊക്കെ ചെയ്യും സഹോദരങ്ങൾ തമ്മിൽ, എങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി കുട്ടി ജോലികളൊക്കെ കൊടുത്തിട്ട് മക്കളെ ഒന്ന് എന്താ പറയാ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു റിക്വസ്റ്റ് മാത്രമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് മാത്രമാണ്. പ്രായമായ അച്ഛനമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ബഹളം വെക്കുമ്പം അവരെ ശപിക്കാതിരിക്കുക, അവർ ശല്യമാണെന്നൊക്കെ പറയാതിരിക്കുക. ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, അവരുടെ കുഞ്ഞിപ്രായമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകാം. പ്രത്യേക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ദയവായി എനിക്ക് മഞ്ജരീസിന്റെ നമ്പറിലേക്ക് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് മെസ്സേജ് തരുമ്പോൾ ദയവായി നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ ക്ലാസ് കാണുന്നത് യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ എന്നൊന്നും കൂടി എനിക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കണം, ഒന്ന് പറഞ്ഞു വെക്കണം. അപ്പോഴാണ് എനിക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക കേട്ടോ. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് കുറച്ചുകൂടെ പ്രായപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയാണ്. അവരിങ്ങനെ ഓഡിയോ ഇടും. മോളോട് ഇങ്ങനെ പറയാനാണ് ഞങ്ങൾ ഓഡിയോ ഇടാൻ പഠിച്ചത്. ഫോൺ വിളിച്ച് പറയും, മോളെ ഞങ്ങൾക്ക് വാട്സപ്പിലൊന്നും ഓഡിയോ ഇടാൻ അറിയില്ല, നമ്പർ പതുക്കെ പറഞ്ഞപ്പോഴാണ് എഴുതിയെടുത്തത്. അങ്ങനെയൊക്കെ ഒത്തിരി അമ്മമാർ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി പറയുന്നു. 93 പെണ്ണെടുത്തോളൂ, വേഗം പോയി പെണ്ണെടുത്തോളൂ. യൂട്യൂബിലൂടെ കാണുന്ന അമ്മമാരുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എല്ലാം സ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. 93 42 49 വീണ്ടും 49 41. ഇതാണ് കേട്ടോ നമ്മുടെ നമ്പർ. 93 42 49 49 41. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക. നമ്മളെല്ലാവരും കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ്. എൻ്റെ സ്പീഡിനനുസരിച്ച് പോവുക. ഇതെൻ്റെ സ്പീഡല്ല. ക്ലാസ് കാണുന്ന പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി സ്പീഡ് ഒന്നുകൂടി കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പം അതിനോടൊന്ന് പൊരുത്തപ്പെടുക. നമുക്ക്
മുഖ്യധാരയില് നമ്മുടെ പ്രായപ്പെട്ട അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കുറഞ്ഞാൽ ക്ഷമയോടെ കേട്ടിരിക്കുക, അതിലൊരു തെറ്റുമില്ല കേട്ടോ. താങ്ക് യു രാജലക്ഷ്മി അമ്മ. മഞ്ചരീസിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം നമസ്തേ. ഗ്രേറ്റ്, നമ്മളൊരു കുടുംബമാണ്. ശ്രീധരൻ പ്രഭുവിൻ്റെ കാര്യം മനസ്സിൽ വെക്കുക. നമ്മളെ കൊണ്ട് ആവുന്ന ഒരു സഹായം എത്തിക്കണം. കുറച്ച് എൻ്റെ കയ്യിലുണ്ട്, ബാലൻസ് നമ്മൾ എത്തിക്കണം. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ആരൊക്കെ എത്രയൊക്കെയാണ് സഹായിക്കുന്നത് എന്ന് ഗ്രൂപ്പിൽ യഥാവിധി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമസ്തേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തില് എത്രാമത്തെയാണ് ഓർമ്മയുണ്ടോ ആർക്കേലും? ഓർമ്മയുണ്ടോ? എത്രാമത്തെ ശ്ലോകമാണെന്ന്? ഇല്ല. മേഘക്കുട്ടിയേ, അപ്പൊ ഞാൻ സുന്ദരി അല്ലെന്നാണോ പറയണേ? മേഘയുടെ അത്ര ഒന്നും സുന്ദരിയല്ല, എന്നാലും പറയാം, ശരിയൊക്കെ ആന്റിക്കും വേണ്ടടാ. അപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വിഷ്ണു സഹസ്രനാമത്തില് 17ാമത്തെ ശ്ലോകം. അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം 17 എന്ന് കാണാം. ഓക്കെ, 17ാമത്തെ ശ്ലോകത്തില് ഉഭേന്ദ്രോ. ഓക്കെ മാ, ഓക്കെ. ഉഭേന്ദ്രോ, അമ്മമാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ക്ലാസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് മെല്ലെ പോവാം നമുക്ക്. വാമനഃ, ഉഭേന്ദ്രോ വാമനഃ പ്രാശുരമോഘഃ. പ്രാംശുരമോഘഃ ശുചിരുർജിത. ശുചിരുർജിത. ഓക്കെ, പല അമ്മമാരും എഴുതിയെടുക്കുന്നു, അതറിയോ നിങ്ങൾക്ക്? പ്രായമായ 80, 70, 75 വയസ്സുള്ള അമ്മമാർ എഴുതിയെടുക്കുന്നു അർത്ഥസഹിതം. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം നമുക്ക്? അപ്പൊ അവരുടെ താളത്തിനനുസരിച്ച് പോകാം. നമ്മൾ ഇച്ചിരി ക്ഷമയോടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് നമുക്ക് സമയം കൊടുക്കാം. പാവല്ലേ, നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ആ വയസ്സായില്ലേ? അധീന്ദ്ര, അധീന്ദ്ര സംഗ്രഹ, സംഗ്രഹ സർഗഹ. സോറി, ഇതിൽ വന്നിട്ട് ഞാൻ അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ഓരോ എന്താ പറയാ, താങ്ക് യു ഹരിപ്രഭു, ഓരോ വേർഡിന്റെ ഇത് മാറ്റുന്നത്. നമ്മുടെ ഇതിൽ വരുമ്പോ, ശ്ലോകത്തിൽ വരുമ്പോ അധീന്ദ്ര സംഗ്രഹ സർഗോ എന്നാണ്. പക്ഷെ അർത്ഥം പറയുമ്പോൾ സർഗോ എന്ന് പറയുമ്പോൾ അർത്ഥം പറയാൻ കഴിയില്ല, സർഗ എന്ന് പറയുമ്പോഴാണ് അർത്ഥം പറയാൻ പറ്റുന്നത്. അപ്പൊ വായിക്കുമ്പോ അധീന്ദ്ര സംഗ്രഹ സർഗോ. ധൃതാത്മ, ധൃതാത്മ നിയമോ യമഹ. പഴയ നമ്മുടെ ബുള്ളറ്റ് യമഹ അല്ല, ഇത് വേറെ യമഹ. രമണൻ പ്രഭു, നമ്മുടെ മഞ്ചരീസിന് വേണ്ടിയിട്ടേ രമണൻ പ്രഭു ഗുരുവായൂർ പോയിട്ട് പറയൊക്കെ നിറച്ച് വന്നിരിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട്. അതിനൊരു താങ്ക്സ് ഒക്കെ പറയണ്ടേ? പാവം ഇടിച്ചു പിടിച്ചു പോയേക്കാ. അടുത്ത വർഷം നമുക്ക് ഗുരുവായൂർ ഉത്സവത്തിന് പറന്നടക്കാൻ നമ്മുടെ മഞ്ചരീസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ വേണം. നമുക്ക് എങ്ങനെ സെറ്റ് ആക്കാം, ഭഗവാൻ അനുവദിച്ചാൽ. എന്നിട്ട് നമുക്ക് മാക്സിമം എല്ലാവർക്കും കൂടെ പോയിട്ട് പറന്നടച്ചിട്ട് വരാം. ഓക്കെ, അപ്പോ 17ാമത്തെ ശ്ലോകം. ഉഭേന്ദ്രോ വാമനഃ. എന്റെ കൂടെ വായിച്ചോളൂ കേട്ടോ. ഉഭേന്ദ്രോ വാമനഃ പ്രാശുരമോഘഃ ശുചിരൂർജിതഃ അധീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോ യമഃ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ സെറ്റ് അശ്വതി, സർഗഹ അതായത്, അയ്യോ
ഉപേന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ അവതരിച്ചവൻ. ഉപേന്ദ്ര എന്നാൽ ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ അവതരിച്ചവൻ. ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ അവതരിച്ച ഭഗവാന്റെ അവതാരം എന്താണ്? പറയാൻ പറ്റുമോ ആർക്കേലും? ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ അവതരിച്ച ഭഗവാന്റെ അവതാരം ഏതാണ്? ഞാൻ 10 പ്രാവശ്യം എണ്ണും, അതിന്റെ ഇടയിൽ പറയണം. ഒരാൾ പറഞ്ഞാൽ പിന്നെ മെല്ലെ പിടിച്ചോണ്ട് വരും, അല്ലെ വേഗം പോയിട്ട് വേറെ എവിടെയെങ്കിലും ചെക്ക് ചെയ്യും. 10 പ്രാവശ്യം എണ്ണുമ്പോഴത്തേക്കും പറയണം. 1 2 3 4. ആരും പറയുന്നില്ല. വാമനൻ. ആരാ പറഞ്ഞത്? എന്റെ കണ്ണൻ. മേഘ മനു, സൂപ്പർ. ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ അവതരിച്ച ഭഗവാന്റെ അവതാരമാണ് വാമനൻ. വാമനന്റെ അമ്മയുടെ പേരെന്താ? ശ്രീരാമനോ? യു ഡിലീറ്റ്. വേണ്ട വേണ്ട, നമ്മളെ മാനം പോവും. വേണ്ട, ഡിലീറ്റ് ആക്ക്. ആരും കാണണ്ട, ആരും കണ്ടില്ല. സുജാത മാതാജി, ഡിലീറ്റ് ഡിലീറ്റ്. ഇപ്പൊ പാവം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അയ്യോ, എഴുതി തെറ്റിപ്പോയല്ലോ. ഒന്നും സാരമില്ല, ഒന്നും കുഴപ്പമില്ല, അതൊന്നും സാരമില്ല കേട്ടോ. തെറ്റുകളിലൂടെയല്ലേ നമ്മള് പഠിക്കുക. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, കളിയും ചിരിയും തമാശയായിട്ട് പഠിച്ച് പോവില്ലേ. വാമനന്റെ അമ്മയുടെ പേരാണ് അദീതി. അദീതി. ഓക്കെ, അദീതി അദീതി. അപ്പോ ഭഗവാൻ വാമന രൂപത്തിൽ ജനിച്ചതുകൊണ്ട്, ഇന്ദ്രന്റെ അനുജനായി ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഉപേന്ദ്ര എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഉപേന്ദ്രോ വാമന, അതായത് വാമന എന്ന് പറഞ്ഞാല് വാമനന്റെ രൂപത്തിൽ ജനിച്ചവൻ. വാമനൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാമനൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നല്ല പോലെ ഭജിക്കപ്പെടേണ്ടവൻ. നല്ലതുപോലെ ഭജിക്കപ്പെടേണ്ടവൻ, അതാണ് വാമനൻ എന്ന് പറഞ്ഞ. ഓക്കെ, വാമനൻ എന്ന് പറഞ്ഞ നല്ലതുപോലെ ഭജിക്കപ്പെടേണ്ടവൻ, അതാണ് വാമനന്റെ അർത്ഥം. അപ്പൊ ഉപേന്ദ്രോ വാമന, ഇന്ദ്രന്റെ അനുജന്റെ അദീതിയുടെ മകനായ വാമനന്റെ രൂപത്തിൽ ജനിച്ച, അവതരിച്ച, നല്ലതുപോലെ ഭജിക്കപ്പെടേണ്ടവൻ, അതാണ് ഉപേന്ദ്രോ വാമന. പ്രാംശു. അടുത്തത് പ്രാംശു. പ്രാംശു എന്ന് പറഞ്ഞ എന്താണ്? 3 ലോകങ്ങളും അതിക്രമിക്കുമ്പോൾ. വാമനനായി വന്നിട്ട് 3 ലോകങ്ങളും അളന്നെടുത്തില്ലേ? അതായത് 3 ലോകങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവൻ, അതാണ് പ്രാംശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? അമോഘ. അമോഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യർത്ഥമല്ലാത്ത പ്രവൃത്തിയോട് കൂടിയവൻ. ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആവില്ല എന്ന് സാരം. ഭഗവാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും. മനസ്സിലായോ? ഭഗവാൻ എന്ത് ചെയ്താലും മോനപ്പ മുതലാളി അതിനൊരു കാരണം ഉണ്ടാവും. അതാണ് അമോഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യർത്ഥമല്ലാത്ത പ്രവൃത്തിയോട് കൂടിയവൻ. അപ്പോ ഫുള്ളായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഇന്ദ്രന്റെ അനുജനായിരിക്കുന്ന വാമനന്റെ രൂപത്തിൽ അവതരിച്ച, നല്ലതുപോലെ ഭജിക്കപ്പെടാൻ യോഗ്യതയുള്ള വാമനന്റെ രൂപത്തിൽ അവതരിച്ച, 3 ലോകങ്ങളെക്കാളും ഉയരമുള്ള ആ ഭഗവാൻ ചെയ്യുന്നത് എന്താണെങ്കിലും അത് വെറുതെ ആവില്ല. ഓക്കെ, ഇനി ശുചി. ശുചി എന്ന് പറയുന്നുണ്ട്. എന്താണ് ശുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്തുതിക്കുന്നവരെയും പൂജിക്കുന്നവരെയും സ്മരിക്കുന്നവരെയും പരിശുദ്ധമാക്കി തീർക്കുന്നവൻ. ഭഗവാനെ എന്തുകൊണ്ടാണ് ശുചി എന്ന് പറയുന്നത്? ഭഗവാനെ ആര് സ്തുതിച്ചാലും, ആര് പൂജിച്ചാലും, ആര് സ്മരിച്ചാലും, ചിന്തിക്കുന്നവനായാലും ശരി, പൂജിക്കുന്നവനാണെങ്കിലും ശരി, അതുപോലെ സ്തുതിക്കുന്നവൻ, ഭഗവാനെ കുറിച്ച് പറയുന്നവരെയാണെങ്കിലും ശരി, ഭഗവാൻ എന്ത് ചെയ്യും? അവരെ അങ്ങ് പരിശുദ്ധമാക്കി വെക്കും. ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ, ഭഗവാനെ പൂജിച്ചു നോക്കൂ, ഭഗവാനെ നമ്മൾ എന്താ പറയാ സ്മരിച്ചു നോക്കൂ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നോക്കൂ. ആ പറയുന്ന വ്യക്തിയെ, സ്മരിക്കുന്ന വ്യക്തിയെ, പൂജിക്കുന്ന വ്യക്തിയെ ഭഗവാൻ എന്ത് ചെയ്യും? ശുദ്ധമാക്കി വെക്കും.
ആ വ്യക്തിയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഇനി ഒരു തെറ്റു ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഭഗവാൻ കൊണ്ടുവരും. അതാണ് ശുചി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് ശുചി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഊർജിതഹ. ഊർജിതഹ, ശുചിരൂർജിതഹ എന്ന് പറയുന്നുണ്ട് ആ ലാസ്റ്റ് ലൈൻ. ശുചിരൂർജിതഹ എന്ന് പറഞ്ഞാൽ ഊർജിതഹ എന്നാൽ അർത്ഥം എന്താണ്? അത്യധികം ബലശാലി. ഭഗവാനേക്കാൾ ബലമുള്ള വേറൊരാളില്ല. ഏറ്റവും ശക്തിയുള്ളവനെയാണ് ഊർജിതഹ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അധീന്ദ്ര. അധീന്ദ്ര സംഗ്രഹ സർഗോ. അധീന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ക് യു രമണം പ്രഭു. അധീന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. അധീന്ദ്ര, ഇന്ദ്രനെ, ദേവേന്ദ്രനായിരിക്കുന്ന ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ. ഇന്ദ്രനെയും അതിക്രമിച്ചു നിൽക്കുന്നു ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ അധീന്ദ്രഹ എന്ന് വിളിക്കുന്നത്. പിന്നെന്താ? സംഗ്രഹ. അധീന്ദ്ര സംഗ്രഹ സർഗോ എന്നാ പറയുന്നത്. സംഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും സംഗ്രഹിക്കുന്നവൻ. പ്രളയകാലം വരുമ്പോൾ 4 യുഗം കഴിയുമ്പം ഈ ലോകമെല്ലാം പ്രളയം വരും, ജലത്തിൽ മുങ്ങിപ്പോന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആ പ്രളയം വരുന്ന സമയത്ത് സകല ജീവജാലങ്ങളെയും ഭഗവാന്റെ ഉള്ളിലേക്ക് ഭഗവാൻ എടുക്കും. അപ്പൊ എല്ലാത്തിനെയും സംഗ്രഹമായിരിക്കുന്നവൻ, ഉൾക്കൊള്ളുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ സംഗ്രഹ എന്ന് പറയുന്നത്. ഓക്കെ, അധീന്ദ്ര സംഗ്രഹ സർഗോ. സർഗോ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടേണ്ട ജഗത്തിന്റെ രൂപമായവൻ, സൃഷ്ടിയുടെ കാരണമായവൻ. മനസ്സിലായോ? സൃഷ്ടിയുടെ കാരണമായവൻ. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. ആ സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന ഭഗവാനെ നമ്മൾ സർഗ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത എന്താ? ധൃതാത്മാ. ധൃതാത്മാ നിയമോ യമഹ. ധൃതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചിരിക്കുന്നവൻ. ഭഗവാന്റെ ആ ഏകരൂപത്തിൽ ഭഗവാൻ സ്വന്തം രൂപം, ആ രൂപത്തിൽ തന്നെ ഭഗവാൻ ധരിച്ചിരിക്കുകയാണ്. ഏകരൂപത്തിൽ നിൽക്കുന്ന, ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചവൻ. അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിരാട് രൂപം അല്ലെ. ആ വിരാട് രൂപം ഭഗവാന്റെ ആ ഏകരൂപത്തിൽ എല്ലാം ഉണ്ട്. സമസ്തവും ഉണ്ട് ഭഗവാന്റെ ആ ഏകരൂപത്തിൽ, എല്ലാം ഉണ്ട്. ആ ഏകരൂപത്തിൽ, ഒറ്റ രൂപത്തിൽ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു? ആ രൂപത്തെ ധരിച്ചത് കൊണ്ട് ധൃതാത്മാ എന്ന് വിളിക്കുന്നു. ഭഗവാന്റെ നാമങ്ങളാണ് കേട്ടോ ഇത്. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങളാണ്. ധൃതാത്മാ, ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചവനാരോ അവനെ ധൃതാത്മാ എന്ന് വിളിക്കുന്നു. നിയമഹ, നിയമോ എന്ന് പറയാം. ധൃതാത്മാ നിയമോ യമഹ. നിയമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരവരുടെ അധികാരങ്ങളിൽ പ്രജകളെ നിയമിക്കുന്നവൻ. ഇപ്പൊ ബ്രഹ്മദേവന്റെ അധികാരം എന്താണ്? സൃഷ്ടി. വരുണദേവന്റെ എന്താണ്? വായുദേവന്റെ എന്താണ്? ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അധികാരം ഭഗവാൻ നൽകിയിട്ടുണ്ട് അല്ലെ. മഹാദേവൻ എന്താണ്? എല്ലാവർക്കും അവരവരുടെ അധികാരം കൃത്യമായി ഭഗവാൻ നൽകിയിട്ടുണ്ട്. അപ്പൊ അതാത് നിയമങ്ങളെ, അതാത് അധികാരങ്ങളിൽ ഓരോരോ പ്രജകളെ ഭഗവാൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ നിയമത്തെ കൊടുത്തവനെ നിയമഹ എന്ന് പറയുന്നു. ഇനി യമഹ. യമഹ എന്നാൽ എന്താണ്? അന്ധകരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നിയമനം ചെയ്യുന്നവൻ. ഭഗവാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട്, അന്ധകരണത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ ഉണ്ട് അല്ലെ. ഏത് ജീവജാലങ്ങളുടെ ഉള്ളിൽ നോക്കിയാലും ഭഗവാൻ അവിടെ ഉണ്ട്. ഏത് ജീവാത്മാക്കളുടെ ഉള്ളിലും പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ എല്ലാ ജീവാത്മാക്കളുടെയും, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തുകൊണ്ട്? നിയമനം ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അയ്യോ അത് വേണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ ചില സമയത്തുണ്ടാവും. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു നിയന്ത്രണമില്ലായ്മ, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണമില്ലായ്മ, ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ പറയുന്ന നന്മ കേൾക്കാതെ തിന്മ പ്രവർത്തിക്കും. അത് ആരുടെ തെറ്റാണ്? നമ്മുടെ തെറ്റാണ്. അതിന്റെ തെറ്റിന്റെ ഫലമായിട്ട് നമ്മൾ കർമ്മ അനുഭവിക്കും. അപ്പൊ കർമ്മ അനുഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾക്കറിയാം നമ്മുടെ ഉള്ളിൽ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന്. നീ അത് ചെയ്യണ്ടാന്ന് ഭഗവാൻ പറയും ഉള്ളിലിരുന്ന്. പക്ഷെ നമ്മളത് ചെയ്തേ അടങ്ങും. ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പോ നമുക്കൊന്ന് നോക്കാം. ഉഭേന്ദ്രോ വാമനഃ പ്രാശുരമോഘഃ
ശുചിരൂർജിതഃ അധീന്ദ്ര സംഗ്രഹ സർഗോ ധൃതാത്മാ നിയമോയമ. ഇതാണ് നമ്മൾ വായിച്ച 17ാമത്തെ ശ്ലോകം. ആ 17ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ദ്രന്റെ അനുജന്റെ രൂപത്തിൽ ജനിച്ച, വാമനനായി ജനിച്ചിരിക്കുന്ന, നല്ലതുപോലെ ഭജിക്കപ്പെടേണ്ട, അതാണ് വാമനന്റെ അർത്ഥം, ഭജിക്കപ്പെടേണ്ടവരായിരിക്കുന്ന, 3 ലോകങ്ങളെക്കാളും ഉയരമുള്ള ആ ഭഗവാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഭഗവാൻ ചെയ്യുന്നതൊന്നും വെറുതെ ഒരു കാര്യം ഭഗവാൻ ചെയ്യില്ല. സ്മരിക്കുന്നവരെയും ഭഗവാനെ കുറിച്ച് പറയുന്നവരെയും ഭഗവാനെ പൂജിക്കുന്നവരെയും ശുദ്ധീകരിക്കുന്ന, അത്യധികം ശക്തിയുള്ള, ബലശാലിയായിരിക്കുന്ന, ഇന്ദ്രനെ പോലും അതിക്രമിച്ചു നിൽക്കുന്ന, പ്രളയകാലം വന്നാൽ എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് സൂക്ഷിക്കുന്ന, എല്ലാത്തിനെയും സംഗ്രഹിക്കുന്ന, സൃഷ്ടിക്കപ്പെടേണ്ട ഈ ജഗത്തിന്റെ ഈ ലോകം സൃഷ്ടിക്കാൻ കാരണമായിരിക്കുന്ന ആ ഭഗവാൻ വിരാട് രൂപമായിരിക്കുന്ന ഏകരൂപത്തിൽ ഇരുന്നു കൊണ്ട്, ആ രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോരോ ദേവന്മാർക്ക് അധികാരമേൽപ്പിച്ചുകൊണ്ട് അന്തഃകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ക്ലിയർ? ഇതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. 18ാമത്തെ ശ്ലോകം എന്താ? വേദ്യോ, വായിച്ചോളൂ കേട്ടോ. വേദ്യോ വൈദ്യ, വേദ്യോ വൈദ്യ സദായോഗി. ഇനി കൂട്ടി വായിക്കൂ. വേദ്യോ വൈദ്യ സദായോഗി വീരഃ വീരഃ മാധവോ മധു. വീരഃ മാധവോ മധു. അതീന്ദ്രിയോ അതീന്ദ്രിയോ മഹാമായോ. അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ. മഹോത്സാഹോ മഹാബലഃ. ശ്ലോകം കൂട്ടി വായിക്കും എങ്ങനെയാ? വേദ്യോ വൈദ്യ സദായോഗി വീരഃ മാധവോ മധുഃ. അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ. ആ ലൈൻ വായിക്കാൻ പഠിച്ചോ? പലർക്കും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയില്ലായിരുന്നു. പലരും വർഷങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും നമുക്കൊന്ന് അടുപ്പിച്ച് ചൊല്ലി പഠിക്കുമ്പോൾ ബിഗിനേഴ്സിന് കുറച്ച് ഈസി ആവും. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദ്യഃ. വേദ്യഃ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്ലോകത്തിൽ വരുമ്പോ വേദ്യോ എന്നാണ് അർത്ഥം. പറയുമ്പോ വേദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയപ്പെടാൻ യോഗ്യതയുള്ളവൻ. ഭഗവാനാണ് അറിയപ്പെടാൻ യോഗ്യതയുള്ളവൻ. പ്രശസ്തി ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഏറ്റവും പ്രശസ്തനായിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അപ്പൊ പ്രശസ്തിയായിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവനെയാണ് വേദ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോ ഭഗവാൻ എന്താണ്? ഭഗവാനാണ് ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത്. ഭഗവാനാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടേണ്ടത്. പഠിച്ചു, സൂപ്പർ. ഭഗവാനാണ്. സൂപ്പർ. പഠിച്ചു എന്ന് പറയുമ്പോ എന്ത് സന്തോഷം അറിയോ? അപ്പൊ ഭഗവാനാണ് ഏറ്റവും അറിയപ്പെടാൻ യോഗ്യനായിരിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? വേദ്യോ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് എന്താ? വേദ്യ. വേദ്യോ വൈദ്യ. സോറി, വേദ്യ അല്ല, വൈദ്യ. ഇനി വൈദ്യ. വേദ്യോ വൈദ്യ സദായോഗി. ഞാൻ വായിച്ചു തെറ്റിപ്പോയി തോന്നുന്നുണ്ടല്ലേ, ക്ഷമിക്കണേ. വേദ്യോ വൈദ്യ സദായോഗി. വൈദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈദ്യ എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യരാണോ എന്ന് അല്ലാന്ന് പറയാൻ പറ്റൂല. വൈദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധി സകല വിദ്യകളെയും അറിയുന്നവനെയാണ് വൈദ്യ എന്ന് പറയുന്നത്. എല്ലാ വിദ്യകളെയും അറിയുന്നവൻ വൈദ്യ എന്ന് പറയുന്നു. അപ്പോ വേദ്യോ വൈദ്യ സദായോഗി. വൈദ്യ എന്ന് പറഞ്ഞാൽ
എല്ലാ വിദ്യകളെയും അറിയുന്നവൻ, എല്ലാ അറിവുമുള്ളവൻ, പരിപൂർണമായ ജ്ഞാനമുള്ളവൻ ആരാണ്? ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? വൈദ്യ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി സദായോഗി. വേദ്യോ വൈദ്യ സദായോഗി. സദായോഗി എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്നവൻ. നമ്മളുടെ തൊട്ടടുത്ത് ഭഗവാനുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താ കാണാൻ പറ്റാത്തെ? നമ്മൾ ഇനിയും ഇനിയും ഭക്തിയിൽ ഉയരണം. മനസ്സിലായോ? ഭക്തിയിൽ നമ്മൾ നന്നായി ഉയർന്ന് നമ്മൾ ഹൃദയത്തിലേക്ക് ഭഗവാനെ ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംശയവും ഇല്ല, അദ്ദേഹത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പൂന്താനം തിരുമേനിക്കും കൂറൂരമ്മയ്ക്കും എല്ലാവർക്കും ഭഗവാന്റെ പ്രസൻസ് അനുഭവിക്കാൻ സാധിച്ചത്. ഈ യുഗത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അത്രത്തോളം നമ്മൾ എന്തായിരിക്കണം? പരിശുദ്ധമായിരിക്കണം. മനസ്സ്, വാക്ക്, പ്രവൃത്തി, ചിന്ത, ആഗ്രഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ എല്ലാത്തെയും നിയന്ത്രിച്ച് ഒരേ വരയിൽ കൊണ്ടുവന്നാൽ, ഈശ്വരനിലേക്ക് അടുത്താൽ ഉറപ്പായും നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? വേദ്യോ വൈദ്യ സദായോഗി എന്ന് വെച്ചാല് അറിയപ്പെടാൻ യോഗ്യതയുള്ള, എല്ലാ വിദ്യകളും അറിയുന്ന, എല്ലായ്പ്പോഴും പ്രത്യക്ഷമായിരിക്കുന്നവൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനിയോ വീരഹ മാധവോ മധു. വീരഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വീരന്മാരായിരിക്കുന്ന, ശത്രുക്കളെ ഹനിക്കുന്നവൻ. ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല ശക്തിയുള്ള വീരന്മാരായിരിക്കുന്ന കുറെ ശത്രുക്കൾ, അല്ലെ? നല്ല ശക്തിയുള്ള ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ ധർമ്മം നിലനിർത്താൻ ഭഗവാൻ അവരെ ഹനിക്കും. മനസ്സിലായോ? വീരന്മാരായിരിക്കുന്ന ശത്രുക്കളെ ഹനിക്കുന്നത് കൊണ്ട് ഭഗവാനെ എന്തെന്ന് വിളിക്കുന്നു? വീരഹ എന്ന് വിളിക്കുന്നു. വീരന്മാരായിരിക്കുന്ന ശത്രുക്കളെ ഹനിക്കുന്നവൻ. എന്തിനാ അവരെ ഹനിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത്? ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട്. ധർമ്മം നിലനിർത്താൻ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവനെ എന്തെന്ന് വിളിക്കുന്നു? വീരഹ എന്ന് വിളിക്കുന്നു. മാധവ. മാ അതായത് വിദ്യയുടെ അധിപതി. മാധവൻ. മാധവൻ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ അധിപതി, അറിവിന്റെ അധിപതിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? മാധവഹ എന്ന് വിളിക്കുന്നു. വിദ്യയുടെ അധിപതിയായിരിക്കുന്ന ഭഗവാനെ അതായത് വിദ്യയുടെ അധിപതി ഭഗവാനെ, അതുകൊണ്ടാണ് അത് വിളിക്കുന്നത് കേട്ടോ. മധു. മധു എന്ന് പറഞ്ഞാൽ തേൻ. തേൻ പോലെ പ്രീതി ജനിപ്പിക്കുന്നവൻ. തേൻ പോലെ മാധുര്യമാണ് ഭഗവാൻ. മനസ്സിലായോ? ഭഗവാൻ അങ്ങ് തേന് പോലെയാണ്. നമ്മൾക്ക് ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഏത് വാക്കുകൊണ്ടാണ് നമ്മള് ഭഗവാനെ വാഴ്ത്തുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഏത് വാക്കുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് അറിഞ്ഞൂടാ. അത്രയും മാധുര്യമാണ് ഭഗവാൻ. അതുകൊണ്ടല്ലേ നമ്മൾ ഇഷ്ടം കൂടുമ്പോ കണ്ണാന്ന് വിളിക്കുന്നത്. ആ മേൽശാന്തിയുടെ വീഡിയോ പലരും കണ്ടിട്ടില്ലേ? മേൽശാന്തി വിളിക്കണ കേട്ടിട്ടില്ലേ? കണ്ണാ എന്ന് വിളിക്കുമ്പോ, എന്താ മേൽശാന്തി, ഞാൻ ഇവിടെ ഉണ്ട് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് കണ്ണം വരുന്ന വീഡിയോ. നല്ല രസമില്ലേ അത് കാണാൻ? എന്തായാലും ഭയങ്കര രസാ. ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു മാധുര്യമാണ് തോന്നുന്നത്, അല്ലേ? തേൻ പോലെ മധുരമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മള് മാധവോ മധു എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെയോ അതീന്ദ്രിയ. അതീന്ദ്രിയ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തവൻ. ഭഗവാൻ ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല. ആവശ്യങ്ങളുണ്ടോ? ഇല്ല. സ്നേഹമുണ്ടോ? ഇല്ല. ദേഷ്യമുണ്ടോ? ഇല്ല. കരുണയുണ്ടോ? ഇല്ല. ഇതൊന്നും ഭഗവാനില്ല. പിന്നെ എന്താ ഉള്ളത് ഭഗവാന്? ഭക്തരെ അങ്ങ് പരിപൂർണമായി പിടിക്കും, അല്ലെ? ഭഗവാൻ അങ്ങ് ചേർത്ത് പിടിക്കും. ഭഗവാൻ എല്ലാത്തിനെയും, നമ്മൾ കാണുന്ന വികാരങ്ങൾക്കും അപ്പുറമാണ് ഭഗവാന് നമ്മളോടുള്ള ഒരു സ്നേഹം. അത് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന സ്നേഹം അതിന് പരിധിയുണ്ട്. ദയ അതിന് പരിധിയുണ്ട്. ദേഷ്യം അതിന് പരിധിയുണ്ട്. ഇതിന്റെ എല്ലാം അപ്പുറമാണ് ഭഗവാന്റെ വികാരങ്ങൾ. ഭഗവാൻ ഒരു ഇന്ദ്രിയങ്ങൾക്കും അടിമപ്പെടുന്നില്ല. മനസ്സിലാവുണ്ടോ? ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒരു വികാരങ്ങൾക്കും ഭഗവാൻ അടിമപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അതീന്ദ്രിയ. ഇന്ദ്രിയ വികാരങ്ങൾക്കും മുകളിലുള്ളത് കൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? അതീന്ദ്രിയ എന്ന് വിളിക്കുന്നു. ഇനിയോ മഹാമായ. മഹാമായ എന്ന് പറഞ്ഞാൽ മായാവികൾക്കും മായയെ ചെയ്യുന്നവൻ. മായയായിരിക്കുന്ന എന്തിനും മായ കൊണ്ട് തന്നെ ഭഗവാൻ പണി കൊടുക്കും. മായകൾക്കും മുകളിലാണ് ഭഗവാൻ. മായാവിയാണ് ഭഗവാൻ. പിന്നെയോ മഹോത്സഹ. സാഹോ. അത് ഇവിടെ അർത്ഥം പറയുമ്പോ വേർഡ് ഒന്ന് മാറും. ശ്ലോകത്തിൽ വരുമ്പോ മഹോത്സാഹോ എന്ന് വരും. ഓക്കെ,
മഹോത്സാഹോ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഉദ്യക്തനായിരിക്കുന്നവൻ, അല്ലേ? സൃഷ്ടിക്കുന്നതും സ്ഥിതി ചെയ്യിപ്പിക്കുന്നതും സംഹരിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് ഭഗവാനെ മഹോത്സാഹോ എന്ന് വിളിക്കുന്നത്. ഇനിയോ മഹാബല, എല്ലാ ബലവാന്മാരിലും വെച്ചിട്ട് ബലമുള്ളവൻ, ശക്തിയുള്ളവൻ. ഏതു വലിയ ശക്തികൾക്കും മുകളിലാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹാബല എന്ന് വിളിക്കുന്നത്. അപ്പൊ 18ാമത്തെ ശ്ലോകം, വേദ്യോ വൈദ്യ സദായോഗി വീരഹ മാധവോ മധു ആദീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല. ക്ലിയർ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അറിയപ്പെടാൻ യോഗ്യതയുള്ള സകല അറിവുകളുടെയും സ്വായത്തമാക്കിയിരിക്കുന്ന എല്ലാ വിദ്യകളെയും അറിയുന്ന, എല്ലായ്പ്പോഴും പ്രത്യക്ഷമായിരിക്കുന്ന, ധർമ്മം പരിപാലിക്കാൻ നല്ല ശക്തിയുള്ള അസുരന്മാരെ പോലും ഇല്ലായ്മ ചെയ്യുന്ന, വിദ്യയുടെ അധിപതിയായിരിക്കുന്ന, മധുപോലെ സ്നേഹം തോന്നിപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്കൊന്നും അടിമപ്പെടാത്ത, മായാവികൾക്കും മായയായിരിക്കുന്ന, ലോകത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം നടത്തുന്ന, എല്ലാ ഫലമാരന്മാരിലും വെച്ചിട്ട് ഫലമുള്ള ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം. ക്ലിയർ? മനസ്സിലായോ? ഇനി എന്താ അടുത്തത്? 19ാമത്തെ ശ്ലോകം, മഹാബുദ്ധിർ. പഠിക്കുന്നത് 2 ലൈനാണെങ്കിലും വൃത്തിക്ക് പഠിച്ചു പോണം. വേണ്ടേ? മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി. ക്ലിയർ? അനിർദേശവബുഹ വായിച്ചേ. അനിർദേശവബുഹ ശ്രീമാൻ. അങ്ങനെ വായിക്കൂ കേട്ടോ. ശ്രീമാനമേയാത്മാ എന്നാണ്. നമുക്കതിനെ ശ്രീമാൻ എന്നെടുക്കാം. അതൊരു വേടാണ്. ശ്രീമാൻ വായിക്കുമ്പോ എന്താ? ശ്രീമാന മേയാത്മാ. ശ്രീമാനമേയാത്മാ. കിട്ടിയോ? ശ്രീമാനമേയാത്മാ. ഒരു മിനിറ്റ്, കട്ടായി. ശ്രീമാനമേയാത്മാ മഹാദ്രിദൃക്. ക്ലിയർ? മഹാദ്രിദൃക് വായിച്ചോ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബുദ്ധി, അതായത് ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മഹാബുദ്ധി, ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മഹാവീര്യ, സംസാരത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന മഹാവീര്യത്തോടു കൂടിയവൻ. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന്റെ ഉൽപ്പത്തിക്ക്, ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന മഹാവീര്യത്തോടു കൂടിയവൻ, നല്ല ശക്തിയോട് കൂടിയവൻ. മഹാശക്തി, മഹത്തായ ശക്തിയോട് കൂടിയവൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹാശക്തി എന്ന് വിളിക്കുന്നത്. തമ്പി അക്ക ക്ലാസ്സിൽ ഇരിക്കടാ. ക്ലാസ് മുടിച്ചിട്ട് കോൾ പണവാ. ഓക്കെ കണ്ണ, ശരി. അപ്പോ മഹാബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവൻ. മഹാവീര്യ, അതായത് ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന നല്ല ശക്തിയോട് കൂടിയവൻ.
മഹാശക്തി എന്ന് വെച്ചാൽ മഹത്തായ ശക്തിയോട് കൂടിയ മഹാദ്യുതി. മഹാദ്യുതി എന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായ തേജസ്സോട് കൂടിയവൻ. ഭഗവാന് ഭയങ്കര തേജസ്സാണ്. മഹത്തായ തേജസ്സോട് കൂടിയവൻ. അനിർദ്ദേശ്യവബുഹ. അനിർദ്ദേശ്യവബുഹ എന്ന് വെച്ചാൽ എന്താണെന്ന് അന്യനായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ. എന്താണെന്ന് അന്യനായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ. അതായത് ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മീയ ശരീരമാണ്. നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല ഭഗവാൻ, അല്ലെ? ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എത്രയോ മില്ലിഗ്രാം താഴെ, വളരെ ചെറുത്. അതിനേക്കാൾ എത്രയോ ഉണ്ട് ഭഗവാൻ. മനസ്സിലായില്ലേ? ശ്രീമാൻ കണ്ടില്ലേ? ഇവിടെ വന്നിരിക്കുന്നു ശ്രീമാനമേയാത്മാ. അതില് ശ്രീമാൻ എന്നെടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യരൂപമായിരിക്കുന്ന എല്ലാ ശ്രീയോടും കൂടിയവനെ ശ്രീമാൻ എന്ന് വിളിക്കുന്നു. എല്ലാ ഐശ്വര്യത്തോടും കൂടിയവനായതുകൊണ്ട് ഭഗവാനെ ശ്രീമാൻ എന്ന് വിളിക്കുന്നു. അമേയാത്മാ, ശ്രീമാനമേയാത്മാ എന്നാണ് പറയുന്നത്. അതില് ശ്രീമാൻ അമേയാത്മാ എന്ന് നമ്മൾ വാക്കെടുക്കുന്നു. അപ്പോ അമേയാത്മാ എന്ന് പറഞ്ഞാൽ ആരാലും അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോട് കൂടിയവൻ. നമുക്ക് ഭഗവാന്റെ ബുദ്ധിയെ കുറിച്ച് നമുക്ക് ആരെ കൊണ്ട് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതെ, ഭഗവാൻ എന്ന വാക്കിനൊരു നിർവചനമേ ഇല്ല, പറയാൻ കഴിയില്ല നമുക്ക്. അപ്പോ എന്താണ്? ആരാലും ഭഗവാന്റെ ബുദ്ധിയോടൊപ്പം എത്തൂല എന്നാ പറയണത്. നമ്മളൊക്കെ മന്ദബുദ്ധികളാണ്. നമുക്കൊന്നും ഇപ്പൊ കേട്ട് 10 ദിവസം കഴിഞ്ഞാൽ അയ്യോ നാവിന്റെ തുമ്പത്തുണ്ട്, ഓർമ്മ കിട്ടണില്ല. കേട്ടിരുന്നു, പഠിച്ചിരുന്നു, വായിച്ചിരുന്നു, എവിടെയോ കേട്ടു, ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കഴിയില്ല, പിന്നെ മറന്നു പോകും. പക്ഷെ ഭഗവാന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് കൂർമ്മ ബുദ്ധിയാണ്. എപ്പോട്ടെ എങ്ങനെ നോക്കിയാലും ഭഗവാൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ മറന്നാലും നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കും. അതാണ് ഭഗവാൻ. അപ്പോ ആരെ കൊണ്ടും അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോട് കൂടിയത് കൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? അമേയാത്മാ എന്ന് വിളിക്കുന്നു. മഹാദ്രിദൃക് എന്ന് പറയുന്നത് എന്താ? അത് മന്ധര പർവ്വതം, ഗോവർദ്ധന പർവ്വതം എന്നീ മഹൽ പർവ്വതങ്ങളെ ധരിച്ചവൻ. ഗോവർദ്ധന ഗിരിധരൻ അല്ലെ? ഗോവർദ്ധനം ഭഗവാൻ ഇങ്ങനെയല്ലേ പൊക്കി പിടിച്ചത്? മന്ധര പർവ്വതം, ഗോവർദ്ധന പർവ്വതം ഇതൊക്കെ ഭഗവാൻ അങ്ങ് എടുത്ത് പോക്കി അങ്ങ് ധരിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ചുമ്മാ ഒരു പേപ്പർ എടുക്കുന്ന പോലെ ഭഗവാൻ അങ്ങ് എടുത്ത് അത് എത്ര വേണേലും ഭഗവാൻ എടുക്കും, നോ പ്രോബ്ലം. ഇതാണ് ഭഗവാന്റെ ഒരു സ്റ്റൈല്. അപ്പൊ അതുകൊണ്ട് മഹാദ്രിദൃക് എന്നാ പറയുന്നത്. മന്ദര പർവ്വതം, ഗോവർദ്ധന പർവ്വതം പോലെയുള്ള എല്ലാ മഹൽ പർവ്വതങ്ങളെയും ധരിച്ചവൻ, എടുത്തവൻ. അതുകൊണ്ടാണ് ഭഗവാന് മഹാദ്രിദൃക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ലൈൻ ഒന്ന് വായിക്കാം നമുക്ക്. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതി അനിർദ്ദേശ്യവബുഹ ശ്രീമാനമേയാത്മാ മഹാദ്രിദൃക്. ഓക്കെ, അതെപ്പം കേട്ടെന്നെ മറന്നു. അതായത് ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള, ഈ ലോകം തന്നെ ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന, നല്ല ശക്തിയോട് കൂടിയിരിക്കുന്ന, നല്ല തേജസ്സോട് കൂടിയിരിക്കുന്ന, ഭഗവാനെ കുറിച്ച് പറയാൻ നോക്കിയാൽ എന്താണെന്ന് പോലും പറയാൻ സാധിക്കാത്തത്രയും ശരീരത്തോടു കൂടിയിരിക്കുന്ന, ഐശ്വര്യരൂപമായിരിക്കുന്ന, എല്ലാ തേജസ്സോടും ശ്രീയോടും കൂടിയിരിക്കുന്ന, ആരെ കൊണ്ടും ഭഗവാന്റെ ബുദ്ധിയെ അളക്കാൻ കഴിയില്ല, ഭഗവാന്റെ ബുദ്ധിക്കൊപ്പം എത്താൻ കഴിയാത്ത അത്രയും ബുദ്ധിയോട് കൂടിയിരിക്കുന്ന മന്ദരപർവ്വതം, ഗോവർദ്ധന പർവ്വതം പോലെയുള്ള പർവ്വതങ്ങളെല്ലാം എടുത്തുയർത്തി ധരിച്ചിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം. ക്ലിയർ? മനസ്സിലായോ? കന്നഡയിൽ ചോദിച്ച അർത്ഥായിത്തു? ഇനി എന്താ അടുത്ത ലൈൻ നമുക്ക് നോക്കാം. 20ാമത്തെ ലൈൻ എന്താ? 20. അതാണ് ഭഗവാൻ.
ഇനി അടുത്ത ലൈൻ എന്താന്ന് വെച്ചാല് മഹേശ്വാസോ, മഹേശ്വാസോ, മഹീഭർത്ത, മഹേശ്വാസോ, മഹീഭർത്ത, ശ്രീനിവാസ, ശ്രീനിവാസ, സദാംഗതി. കൂട്ടി വായിക്കാം. മഹേശ്വാസോ, മഹീഭർത്ത, ശ്രീനിവാസ, സദാംഗതി. കൂട്ടി വായിക്കാൻ പഠിച്ചോ? അനിരുദ്ധ, അനിരുദ്ധ, സുരാനന്ദോ, അനിരുദ്ധ, സുരാനന്ദോ, ഗോവിന്ദോ, ഗോവിതാംപതി. കിട്ടിയോ? LKG കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നു അല്ലേ? സാരല്ല, നമ്മളൊക്കെ വിദ്യാർത്ഥികളാ, മരിക്കുന്നത് വരെ വിദ്യാർത്ഥികളാ. നമ്മൾ ആരും വലിയ അറിവിന്റെ എന്താ പറയാ കമണ്ടലൊന്നും അല്ലല്ലോ, വലിയ അറിവിന്റെ വലിയ ജ്ഞാനികളായിരിക്കുന്ന ആളുകളൊന്നല്ല. നമ്മളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കല്ലേ. നമുക്ക് ഒരുമിച്ച് പഠിക്കാന്നേ. ഇനി അറിയുന്നതാണെങ്കിലും കുറച്ചുകൂടെ പഠിച്ചു പോവാം. മഹേശ്വാസോ, മഹീഭർത്ത, ശ്രീനിവാസ, സദാംഗതി, അനിരുദ്ധ, സുരാനന്ദോ, ഗോവിന്ദോ, ഗോവിതാംപതി. അർത്ഥം നോക്കാം. മഹേശ്വാസോ എന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായ വില്ലോട് കൂടിയവൻ. ഭഗവാന്റെ വില്ല് ഇങ്ങനെയല്ലേ കാണിക്കുക? ഭഗവാന്റെ വില്ല് കാണിക്കുമ്പോ ഡാൻസിലൊക്കെ അങ്ങനെയാട്ടോ കാണിക്കുക, ഇങ്ങനെ കാണിക്കുക. അപ്പൊ മഹത്തായ വില്ലോട് കൂടിയവൻ, അതുകൊണ്ടാണ് ഭഗവാന് മഹേശ്വാസോ എന്ന് വിളിക്കുന്നത്. പിന്നെയോ മഹീഭർത്ത, ഭൂമിദേവിയെ ധരിച്ചിട്ടുള്ളവൻ. ഭഗവാൻ ഭൂമിദേവിയെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇല്ലേ? ഏത് രൂപത്തിൽ? വരാഹ രൂപത്തിൽ ഭൂമിദേവിയെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ മഹീഭർത്ത എന്ന് വിളിക്കുന്നത്. ഭൂമിദേവിയെ ധരിച്ചവൻ. ശ്രീനിവാസ, ശ്രീനിവാസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നാശമില്ലാത്ത, ശ്രീനിവാസിക്കുന്ന, വക്ഷസോടുകൂടിയൻ. ശ്രീ ആരാ? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ഇവിടെ ഉണ്ട് അല്ലേ? ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, നാശമില്ലാത്ത ശ്രീ ലക്ഷ്മി ദേവി വസിക്കുന്ന വക്ഷസോടു കൂടിയവനെ എന്തെന്ന് വിളിക്കുന്നു? ശ്രീനിവാസ എന്ന് വിളിക്കുന്നു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരിക്കലും നശിക്കാത്ത ലക്ഷ്മി ദേവി ആയിരിക്കുന്ന ശ്രീ വസിക്കുന്ന വക്ഷസോട് കൂടിയവൻ. ലക്ഷ്മി ദേവി എവിടെയായിരിക്കുന്ന? ഭഗവാന്റെ വക്ഷസിലെ നെഞ്ചത്താണ് ഇരിക്കുന്നത് അല്ലെ? വക്ഷസോട് കൂടിയിരിക്കുന്നവൻ എന്തെന്ന് വിളിക്കും? ശ്രീനിവാസൻ എന്ന് വിളിക്കും. അതാണ് ശ്രീനിവാസ എന്നർത്ഥം. ഓക്കെ. സദാംഗതി, സദാംഗതി എന്ന് പറഞ്ഞാൽ എന്താ? സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ. നന്മയുള്ള വ്യക്തികൾക്ക് അവന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവനെ സദാംഗതി എന്ന് വിളിക്കും. ഇവിടെ പറയുന്നുണ്ട് സജ്ജനങ്ങൾക്ക്, തെറ്റ് ചെയ്യുന്നവർക്കല്ല കേട്ടോ, സജ്ജനങ്ങൾക്ക്. അവനൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. കാരണം എന്താ? അവന് ആഗ്രഹങ്ങളില്ല. പിന്നെ അനിരുദ്ധ, അനിരുദ്ധ, അനിരുദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ. ആർക്കും ഭഗവാനെ തടയാൻ കഴിയില്ല, ഒരാൾക്കും തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നു? അനിരുദ്ധ എന്ന് വിളിക്കുന്നു. അനിരുദ്ധ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും തടയാൻ സാധിക്കാത്തവൻ. സുരാനന്ദ, സുരാനന്ദ എന്നാൽ എന്താണ്? സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ. സുരനാണ് കേട്ടോ, അസുരനല്ല. അസുരന്മാരെ ഭഗവാൻ ആനന്ദിപ്പിക്കില്ല, നശിപ്പിച്ചു കളയും. മനസ്സിലായേ? അസുരന്മാരെ ഭഗവാൻ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അപ്പോ അസുരന്മാരെ നശിപ്പിക്കുന്നോണ്ടാണ് ഭഗവാന് വീരഹ എന്ന പേര്. നമ്മളിപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചില്ലേ? അപ്പോ രാധേ രാധേ. സുരാനന്ദ, നല്ലവരായിരിക്കുന്ന ആൾക്കാരെ, ജനങ്ങളെ ഭഗവാൻ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെന്താ? ഗോവിന്ദ,
അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ. ഗോവിന്ദോ എന്നാലും ഗോവിന്ദ എന്നാലും ഒന്നാണ്. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി പാതാളത്തിലേക്ക് താഴു പോയപ്പോൾ അതിനെ വീണ്ടെടുത്തവൻ എന്ന് വേണമെങ്കിൽ ഗോവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം പറയാം. ഭൂമി പാതാളത്തിലേക്ക് താഴ്ന്നു പോയപ്പം അതിനെ വരാഹരൂപത്തിൽ വീണ്ടെടുത്തത് കൊണ്ട്. സൂപ്പർ സൂപ്പർ. ഗോവിന്ദ എന്ന് വിളിക്കും. ഇനി ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചവൻ, ഗോക്കളുമായിട്ട് അത്രയും എന്താണ് ബന്ധമുള്ളത് കൊണ്ട് ഭഗവാനെ എന്തെന്ന് വിളിക്കും? ഗോവിന്ദ എന്ന് വിളിക്കും. ജയ് ശ്രീകൃഷ്ണ. ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിക്കും. ഓക്കെ. ഭൂമി താഴ്ന്നു പോയപ്പോൾ വരാഹരൂപത്തിൽ ആ ഭൂമിയെ വീണ്ടെടുത്തത് കൊണ്ടും ഗോക്കളുമായി എപ്പോഴും ആ ഒരു ഗോക്കളുമായി ബന്ധം സ്ഥാപിച്ച് ഗോക്കളുടെ കൂടെ ഉള്ളത് കൊണ്ടും അതുപോലെ ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചത് കൊണ്ടും, അതായത് ഗോക്കളുടെ ഇന്ദ്രത്വം എല്ലാം പ്രാപിച്ചിരിക്കുന്ന ആരാ? ഭഗവാനാണ്. അതുകൊണ്ടും ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിക്കും. ഇനി ഗോവിദാംപതി. അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. ഗോവിദാംപതി എന്ന് പറഞ്ഞാൽ വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായിരിക്കുന്ന പതി. വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായ പതി. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? വാക്കുകൾ പറയാൻ കഴിയും, ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കും. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ആ പറയുന്ന വാക്കുകൾ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. മറന്നു പോകുന്നത് വിട്ടേക്കും. അത് നമ്മളുടെ പരിമിതമായ ഇന്ദ്രിയങ്ങളായതുകൊണ്ടാണ്. നമ്മൾ ആരും പൂർണ്ണരല്ല. മനസ്സിലായോ? അപ്പൊ വാഗ്ദേവനായി വാഗ്ദേവതയായി ആര് നിൽക്കുന്നു? ഭഗവാൻ നിൽക്കുന്നു. ആ വാക്കുകളുടെ പതിയാണ് ഭഗവാൻ. മനസ്സിലായോ? അപ്പൊ ആ ലൈൻ ഒന്ന് വായിച്ചു പോവാം. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? മഹത്തായിരിക്കുന്ന വില്ലോടുകൂടി ഭൂമി ദേവിയെ പാതാളത്തിലേക്ക് താഴ്ന്നു പോയപ്പോ ഉയർത്തിക്കൊണ്ടുവന്ന, ഒരിക്കലും നാശമില്ലാത്ത ലക്ഷ്മി ദേവി വസിക്കുന്ന വക്ഷസോടു കൂടിയവനായിരിക്കുന്ന, സജ്ജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും കൊടുക്കുന്ന, ആരെ കൊണ്ടും തടയാൻ സാധിക്കാത്ത, നല്ലവരെ സന്തോഷിപ്പിക്കുന്ന, ഗോക്കളുമായി സദാ കഴിഞ്ഞു കൂടുന്ന, ആ വാക്കുകളെ എല്ലാം അറിയുന്നവരുടെ അതായത് അറിവുള്ളവരുടെ വിശിഷ്ടനായിരിക്കുന്ന പതിയായിരിക്കുന്ന, ജ്ഞാനികളെ നിയന്ത്രിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ക്ലിയർ? അപ്പൊ 20 ശ്ലോകം നമ്മൾ പഠിച്ചു. വളരെ സ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത്. വളരെ സ്ലോ ആയിട്ട് പോവാം. ഒരു ധൃതിയും വേണ്ട. 10 മണി വരെ ക്ലാസ് എടുക്കാം. ഓക്കെ? ഒരു ധൃതിയും വേണ്ട കേട്ടോ. മെല്ലെ മെല്ലെ കേട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. എല്ലാം ഓർത്ത് വെക്കണം എന്ന് പറയുന്നില്ല. പോട്ടെ, സാരല്ലേ. എല്ലാം ഓർത്ത് വെക്കാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. എല്ലാം ഓർത്ത് വെക്കണ്ട. ഓക്കെ? ഇനി എന്താ അടുത്ത ലൈന്? മരീചിർധ മനോ. അടുത്ത ലൈൻ എന്താ? മരീചിർധ മനോ. മരീചിർധ മനോ. ഹംസ സുഭർണോ. ഹംസ സുഭർണോ. പിന്നെ ഭുജഗോത്തമ. ഭുജഗോത്തമഃ. മരീചിർധമനോ. ഹംസ സുബർണോ. ഭുജഗോത്തമഃ. ഹിരണ്യനാഭ. ഹിരണ്യനാഭ സുതഭാഃ. ഹിരണ്യനാഭ സുതഭാഃ. കുഴപ്പമില്ല. അർത്ഥം പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാക്കുകൾ പിരിച്ചു പറയുന്നത്. ഹിരണ്യനാഭ സുതഭാഃ. അത് വലിയ വേർഡാണ്. ആദ്യമായി പഠിക്കുന്നവർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഹിരണ്യനാഭ സുതഭാഃ. താങ്ക് യു സുധി. പത്മനാഭഃ. പത്മനാഭഃ പ്രജാപതി. അപ്പൊ
അപ്പൊ ആ ലൈൻ നമ്മൾ കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ? മരീചിർ ധമനോ ഹംസ സുഭർണോ ഭുജഗോതമഃ ഹിരണ്യനാഭസുതപാഹ പത്മനാഭഃ പ്രജാപതി. വാക്കുകൾ പിരിച്ച് പറയുന്നത് അർത്ഥം പഠിച്ചിട്ട് കൂട്ടത്തിൽ വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ഥിരം വായിക്കുന്നവർക്ക്, ആദ്യമായി വായിക്കുന്നവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. വാക്കുകൾ പിരിച്ചു പറയുമ്പോൾ ഇതിങ്ങനെ ഇല്ലല്ലോ പറയാറ് എന്ന് ചിന്തിക്കേണ്ട. അവർക്കത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോരോ അക്ഷരങ്ങൾ എണ്ണിപ്പറക്കി പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. മരീചി എന്ന് പറഞ്ഞാൽ എന്താണ്? മരീചിർ ധമനോ എന്നുള്ളതിൽ നമുക്ക് മരീചി എടുക്കാം. മരീചി എന്ന് പറഞ്ഞാൽ എന്താണ്? തേജസ്സികൾക്കും പരമമായിരിക്കുന്ന തേജസ്സായിരിക്കുന്നവൻ. തേജസ്സികൾ ആരാണ്? ഭഗവാന്റെ ഭക്തര് തേജസ്സികളാണ്. മഹായോഗികൾ, ഋഷിവര്യന്മാർ, ഇവരൊക്കെ തേജസ്സികളാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നവർ തേജസ്സികളാണ്. ഈ തേജസ്സികൾക്കും തേജസ്സാണ് ഭഗവാൻ. സൂര്യനാണ് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത്. സൂര്യന് പ്രകാശം കൊടുക്കുന്നത് ആരായിരിക്കും? സൂര്യൻ തന്നെ വലിയ പ്രകാശം. അപ്പൊ സൂര്യനെ പ്രകാശിപ്പിക്കുന്നവന്റെ പ്രകാശം എന്തായിരിക്കും? അതാണ് ഭഗവാൻ. തേജസ്സികളുടെയും തേജസ്സായിരിക്കുന്നവനെ എന്തെന്ന് വിളിക്കുന്നു? മരീചി എന്ന് വിളിക്കുന്നു. ധമനഃ, മരീചിർ ധമനോ എന്നല്ലേ ആ വാക്ക്. അപ്പോ ധമന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തന്റെ അധികാരത്തിൽ നിന്നും തെറ്റിനിടയാക്കുന്നവരെ ദമനം ചെയ്യുന്നവൻ. ഭഗവാന്റെ അധികാരമുണ്ട്. ആ അധികാരത്തെ എന്താ പറയുക, അധികാരം വിട്ട് അതിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഭഗവാൻ പറയുന്ന ആ വാക്കിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവനെ ദമനം ചെയ്യുന്നവൻ. ഒരു വരച്ച വരയിൽ ഭഗവാൻ കൊണ്ടുവരും, നമ്മൾ അറിയുന്നില്ല. ഇപ്പോ നമ്മളോട് ഒരു സ്ഥലത്ത് പോയി, ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി, ഈ ഷീറ്റ് എവിടെ കാണിക്കണം സർ? ഇതേ അവിടെ കാണിച്ചോളൂ, ഫസ്റ്റ് ബ്ലോക്കിൽ. ഓ ശരി, നേരെ ഫസ്റ്റ് ബ്ലോക്കിൽ പോകും. അവിടെ ചെന്ന് ലൈൻ നിൽക്കും. ഈ ഷീറ്റ് നോക്കും, അയ്യോ ഇത് ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ സെക്കൻഡ് ബ്ലോക്കിൽ പോകും. അല്ല അവിടുന്ന് പറഞ്ഞു, ആദ്യം നമ്മൾ പറയലൊരു മര്യാദക്കായിരിക്കും. അല്ല അവിടുന്ന് പറഞ്ഞു ഇവിടെയാണ് കാണിക്കണത്. ആ അത് ഇവിടെ അല്ല കേട്ടോ, അപ്പുറത്തെ ബ്ലോക്കിലാ. ആ ശരി, ഓ ഇവിടെ വരെ നടന്നു വന്നപ്പം പറയാതെ അവിടെയാണെന്ന്. ആ പോട്ട് സാരില്ല, അവിടെ പോയിട്ട് വരാം. അവിടെ ചെന്ന് കഴിഞ്ഞാലോ, ആ ഈ ഷീറ്റ് ഇവിടെ ഇല്ല, ഇത് നിങ്ങൾ അവിടെ ഫ്രണ്ടിലാണ് കാണിക്കേണ്ടത്. ഫ്രണ്ടിലോ? അവിടെ പറഞ്ഞു ഉള്ളിലാണെന്നുണ്ട്. അവിടെ ചെന്നപ്പം പറഞ്ഞു ഇവിടെയാണെന്ന്. ഇവിടുന്ന് പറയുന്നു അവിടെയാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നമുക്കത് അങ്ങനെ പിന്നെ അങ്ങോട്ട് രൂപവും കോലമൊക്കെ മാറി ഇല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2-3 പ്രാവശ്യം നടത്തിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടൂല. പക്ഷെ ഭഗവാൻ എന്താണ്? ആ തെറ്റ് ചെയ്തില്ലേ, ജനിച്ചോളൂ. പക്ഷെ നമ്മളൊന്നും അറിയില്ല, നമ്മൾ മറന്നു പോവും. കഴിഞ്ഞ ജന്മം മറന്നു പോവും. വീണ്ടും ജനിപ്പിക്കും, നല്ലത് പഠിപ്പിക്കും. അതിലും തെറ്റ് ചെയ്താലോ, ഓ കുഴപ്പമില്ല, ജനിച്ചോളൂ, അടുത്ത ജന്മം തരും. എന്നിട്ടും കഷ്ടപ്പാടുകളിലൂടെ ആ ചെയ്ത തെറ്റുകളെല്ലാം, ഒരാൾക്ക് ഇപ്പം ഭക്ഷണം കൊടുത്തില്ല, നമ്മൾ ഇരുന്ന് കഴിക്കുക, അവർ വിശന്നിരിക്കുക, ആ കുഴപ്പമില്ല, ഇത് എന്റെ ഭക്ഷണം, ഞാൻ തരൂല, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, വിശക്കുന്നവൻ നോക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റല്ലേ? അപ്പൊ ഭഗവാൻ മിണ്ടാതിരിക്കും. ആഹാ, നീ നിന്റെ കൂടെയുള്ളവന് ഭക്ഷണം കൊടുക്കാതെ നീ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, സാരില്ലേ, നീ കഴിച്ചോളൂ, നിനക്ക് അടുത്ത ജന്മം വരട്ടെ. അടുത്ത ജന്മത്തിൽ നമ്മൾ വീണ്ടും ജനിക്കും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തൊക്കെ മറന്നുപോയി. അയ്യോ ഭയങ്കര വിശപ്പ്, ഓപ്പോസിറ്റ് ഇരുന്ന് ഒരാൾ ഇരുന്ന് തിന്നുന്നുണ്ടാവും. ഷോ ഇവരെന്താ നമുക്ക് തരാത്തത്? കർമ്മ. ആരോടോ ചെയ്തുള്ള പണി ഇവിടെ കിട്ടിയില്ലേ? ഇതാണ് കർമ്മ. അപ്പോഴോ ആ ആളെന്താണ്? ആ ആളാണെങ്കിലോ, ആ മുജ്ജന്മത്തിലേ നീ എന്റെ മുമ്പിൽ ഇരുന്നല്ലേ കഴിച്ചത്, ഇന്ന് ഞാൻ കഴിക്കുന്നു. ആഹാ, നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നില്ലേ, നീയും ജനിക്ക്. ഇങ്ങനെ ഭഗവാൻ ഇട്ട് കാലചക്രം കറക്കിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് അതൊരു രസം, നമ്മൾ മര്യാദ പഠിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് പുനരാവർത്തി ജന്മം. നമ്മൾ ഇന്ന് ഈ ദുഃഖം എന്തെല്ലാം അനുഭവിക്കുന്നോ ആ ദുഃഖമെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്, നമ്മുടെ കർമ്മയാണ്. ഇനി നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ ആരോട് ചെയ്ത പാപാണോ ഈ അനുഭവിക്കുന്നത്? നമ്മൾ ആരോടൊക്കെയോ ചെയ്ത പാപാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്തില്ലേ, ആ വേദനിപ്പിക്കുന്നവനോ, അവനുണ്ട് പണി വേറെ, അവനുള്ള കർമ്മ വേറെ വെയിറ്റിംഗ് ആണ്. ഒന്നും വിഷമിക്കണ്ട, കിട്ടിക്കോളും, കൃത്യമായിട്ട് കിട്ടിക്കോളും. ആ നല്ല വൃത്തിയായിട്ട് എഴുതി ലൈൻ ചെയ്ത് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കിട്ടും. ഇതാണ് ഭഗവാൻ നമ്മളിൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ പറയുന്നു, ആ ഭഗവാൻ വെച്ചിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് നടന്നാൽ അവനുള്ള പണി കൊടുക്കുന്നവനെ ദമനഹ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? ഹംസഹ, അഹംസ. അഹംസ എന്ന് പറഞ്ഞാല്
എന്നുള്ള ആ ഒരു താതാത്മ്യ ഭാവത്തെ ഭാവന ചെയ്യുന്നവരുടെ സംസാര ഭയത്തെ ഹനിക്കുന്നവൻ, അതായത് എല്ലാ ശരീരങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഭഗവാൻ എന്തായി കുടികൊള്ളുന്നു? പരമാത്മാവിന്റെ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെ പരമാത്മാവിന്റെ രൂപത്തിൽ കുടികൊണ്ടുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെ സംസാര ഭയം, ഈ ലോകത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യാണ് ഭഗവാൻ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് ടെൻഷൻ ആവുന്നു ഭഗവാനെ, ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ? തഥാസ്തു, ഒന്നും ചെയ്യണ്ട, നിനക്കുള്ളത് ഞാൻ എത്തിച്ചേരും. നീ എന്നെ കൃത്യമായി പ്രാർത്ഥിച്ചോളൂ, നിന്റെ ഹൃദയത്തിൽ എന്നെ വെച്ചോളൂ, നിനക്കുള്ളത് ഞാൻ കൊണ്ടുവരും. പക്ഷെ നിനക്ക് അതിനുള്ള സമയമാകുമ്പോഴേ ഞാൻ തരും. നിനക്ക് നാളെയാണ് ആവശ്യം എന്നുള്ളത് നിന്റെ ആവശ്യമാണ്. പക്ഷെ നിനക്കത് ലഭിക്കേണ്ട സമയം എപ്പോഴാണ്? 2 ദിവസം കഴിഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞാൽ കിട്ടും. നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. നിനക്ക് കൃത്യമായ സമയത്ത് ഞാൻ കൊണ്ടുതരും. ഇതാണ് ഭഗവാന്റെ രീതി. മനസ്സിലായോ? പിന്നെയോ സുപർണ. സുപർണ എന്ന് പറഞ്ഞ എന്താണ്? ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായിരിക്കുന്ന 2 ചിറകുള്ളവൻ. ധർമാധർമ്മങ്ങളാകുന്ന, ധർമ്മവും ഭഗവാനിലാണ്, അധർമ്മവും ഭഗവാനിൽ തന്നെയാണ്. അങ്ങനെ സുന്ദരങ്ങളായിരിക്കുന്ന 2 ചിറകോട് കൂടിയവനാണ് ഭഗവാൻ. ധർമ്മം വേണോ അധർമ്മം വേണോ എന്ന് ഭഗവാനോട് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ധർമ്മം എന്ന് പറയും, അല്ലെ? ആ ധർമ്മത്തെയും അധർമ്മവും എവിടെയാണുള്ളത്? ഭഗവാനിൽ തന്നെയാണുള്ളത്. പക്ഷെ ഭഗവാൻ അധർമ്മം എടുത്താലും ധർമ്മം എടുത്താലും അത് കൃത്യമാണ്. മനസ്സിലായി? വളരെ കൃത്യമാണ്. അദ്ദേഹം ചെയ്യുന്നതൊന്നും തെറ്റിപ്പോവില്ല എന്ന് കരുതി നമ്മൾ അധർമ്മം എടുക്കാൻ പോകണ്ട. നമ്മൾ ധർമ്മത്തിന്റെ പാതയിൽ പോയാൽ മതി. നമ്മൾ ധർമ്മത്തിന്റെ പാതയിൽ പോയിട്ട് ആരെങ്കിലും അധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അധികാരം നമ്മൾ കയ്യിലെടുക്കണ്ട. ഓക്കെ? അപ്പോ അതാ പറഞ്ഞ സുപർണ, ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരങ്ങളായിരിക്കുന്ന 2 ചിറകോട് കൂടിയവനെ എന്തെന്ന് വിളിക്കും? സുപർണ എന്ന് വിളിക്കും. ഭുജഗോത്തമഹ. ഭുജഗോത്തമഹ എന്ന് പറഞ്ഞാൽ അനന്തൻ, വാസുകി, അങ്ങനെയുള്ള നാഗങ്ങളാകുന്ന വിഭൂതികളോട് കൂടിയവൻ. അനന്തനും വാസുകിയൊക്കെ ഭഗവാൻ തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിഭൂതികളോട് കൂടിയതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് വിളിക്കുന്നത്? ഭുജഗോത്തമഹ എന്ന് വിളിക്കുന്നത്. അപ്പോ മരീചിർ ധമനോ ഹംസ സുഭർണോ ഭുജഗോത്തമഹ. ക്ലിയർ? ഹിരണ്യനാഭഃ. ഹിരണ്യനാഭ. ഹിരണ്യനാഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം പോലെ മംഗളകരമായിരിക്കുന്ന നാഭിയോട് കൂടിയവൻ. ഭഗവാന്റെ നാഭി എന്ന് പറഞ്ഞാൽ സ്വർണം പോലെ മംഗളകരമാണ്. അവിടെയാണല്ലോ എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഹിതകരവും രമണീയവുമായിരിക്കുന്ന നാഭിയുള്ളവൻ. ഹിതകരവും രമണീയവുമായ നാഭിയുള്ളവനെയാണ് ഭഗവാൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹിരണ്യനാഭ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സുധഭ. ഹിരണ്യനാഭ സുധഭ. സുധഭ എന്ന് പറഞ്ഞാൽ നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായിരിക്കുന്ന തപസ് അനുഷ്ഠിക്കുന്നവൻ. നല്ല നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ് അനുഷ്ഠിക്കുന്നവനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സുധഭ എന്ന് വിളിക്കുന്നത്. താങ്ക് യു റാഫിക. അതുകൊണ്ടാണ് ഭഗവാനെ സുധഭ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വേർഡ് നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ഹിരണ്യനാഭ സുധഭ, അതായത് ആരാലും ആഗ്രഹിക്കപ്പെടുന്ന മംഗളകരമായിരിക്കുന്ന നാഭിയോട് കൂടിയ, രമണീയമായ നാഭിയോട് കൂടിയ നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായ തപസ് അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഹിരണ്യനാഭ സുധഭ എന്ന് വിളിക്കുന്നത്. ഇനിയോ പത്മനാഭ. പത്മം എന്ന് പറഞ്ഞാൽ എന്താ? താമരപ്പൂവ്. പത്മനാഭ, താമരപ്പൂവ് പോലെ സുന്ദരമായിരിക്കുന്ന വൃത്താകൃതിയിലുള്ള, അതായത് വട്ടത്തിലുള്ള നാഭിയോട് കൂടിയവൻ. ജനങ്ങളുടെ ഹൃദയ കമലനാഭിയുടെ മധ്യത്തിൽ ശോഭിക്കുന്നവൻ. ഹൃദയ കമലനാഭി, ജനങ്ങളുടെ ഹൃദയത്തില്, ഹൃദയ കമലം, ഹൃദയത്തെ താമരപ്പൂവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഹൃദയത്തിൽ ശോഭിക്കുന്നവനാണ് ഭഗവാൻ. പത്മനാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂ പോലെ സുന്ദരവും വൃത്താകൃതിയിലുമുള്ള നാഭിയോട് കൂടിയ ഭഗവാൻ ജനങ്ങളുടെ ഹൃദയത്തിൽ, ഹൃദയമാകുന്ന താമരപ്പൂവിൽ, ഹൃദയമാകുന്ന താമരപ്പൂവ്, നമ്മുടെ ഹൃദയത്തെ താമരപ്പൂവായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഹൃദയമാകുന്ന താമരപ്പൂവിന്റെ മധ്യത്തിൽ, നടുവിൽ ശോഭിക്കുന്നവൻ, അതാണ് പത്മനാഭൻ. ഓക്കെ?
പിന്നെയോ പ്രജാപതി, പത്മനാഭ പ്രജാപതി. പ്രജാപതി എന്നാ എന്താണ്? പ്രജയുടെ പതി, അതായത് പിതാവ്. ഈ ലോകത്തിലുള്ള എല്ലാവരും പ്രജകളാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിന്റെയും അധികാര സ്ഥാനത്തിരിക്കുന്നത് ആരാ? ഭഗവാൻ പ്രജാപതി. എല്ലാ പ്രജകളുടെയും പതിയായിരിക്കുന്ന, പിതാവായിരിക്കുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ പ്രജാപതി എന്ന് വിളിക്കുന്നത്. ഇനി ആ ലൈൻ നമുക്ക് വായിച്ചു പോവാം. മരീചിർദമനോ മരീചിർദമനോ ഹംസസുപർണോ ഭുജഗോത്തമഃ ഹിരണ്യനാഭസുതപാ. ഹാ ഉണ്ട് കേട്ടോ, രണ്ട് കുത്തിടുമ്പോ ഹാ എന്ന് വായിക്കണം. ഹിരണ്യനാഭസുതപാഹ പത്മനാഭഃ പ്രജാപതി. എന്ന് വെച്ചാൽ എന്താ? തേജസ്സികൾക്കും മുകളിൽ തേജസ്സുള്ള, എല്ലാ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് തെറ്റി നടക്കുന്നവർക്ക് ഒരു പാഠം പഠിപ്പിക്കുന്ന, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള പേടി ഇല്ലാതാക്കുന്ന, ധർമാധർമ്മങ്ങളാകുന്ന സുന്ദരമായിരിക്കുന്ന രണ്ട് ചിറകോട് കൂടിയിരിക്കുന്ന, അനന്തനും വാസുകിയും ഒക്കെ വിഭൂതികളായിരിക്കുന്ന, സ്വർണം പോലെ മംഗളകരമായിരിക്കുന്ന നാഭിയുള്ള, നരനാരായണന്മാരുടെ രൂപത്തിൽ ശോഭനമായിരിക്കുന്ന തപസ് ചെയ്യുന്ന, താമരപ്പൂ പോലെ സുന്ദരവും വട്ടത്തിലുമുള്ള നാഭിയോട് കൂടിയിരിക്കുന്ന, ജനങ്ങളുടെ ഹൃദയമാകുന്ന താമരപ്പൂവിന്റെ മധ്യത്തിൽ, അതായത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന, ശോഭിക്കുന്ന, ഈ ലോകത്തിന്റെ തന്നെ പിതാവായിരിക്കുന്ന, സകല ലോകത്തിലെയും പ്രജകളുടെ പിതാവായിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ക്ലിയർ? 10 മണിയായി, 21 ശ്ലോകം കഴിഞ്ഞു. ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും എത്രാമത്തെ ശ്ലോകമാണ് പഠിച്ചത് എന്ന് ചോദിക്കും. നമ്മുടെ കണ്ണനും മേൽശാന്തിയും പോലെ കണ്ണാ എന്ന് വിളിക്കും. എന്താ മേൽശാന്തി എന്ന് ചോദിക്കുന്നത് പോലെ ഞാൻ ചോദിക്കും, മഞ്ജരീസേ എത്രാമത്തെ ശ്ലോക പഠിച്ചത് എന്ന് ചോദിച്ചാൽ 21 എന്ന് പറയണം. ഓക്കെ? അപ്പോഴേ ഞാൻ 22ാമത്തത് എടുക്കും. ഓക്കെ? हरे कृष्णा, सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय। ओम श्री मात्रे नमः. നമ്മുടെ ശ്രീധരൻ പ്രഭുവിന്റെ കാര്യം ആരും മറക്കണ്ട, മനസ്സിൽ വെക്കുക. നമുക്ക് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് സഹായിക്കണം. ഓക്കെ? നമസ്തേ, ശുഭരാത്രി. സന്തോഷമായി സമാധാനായി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാം. നാളെ കാണാം കേട്ടോ.